കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ സിനിമ കാണാൻ വന്നാൽ ഞങ്ങൾ ഹാപ്പി. സത്യം വരും. എന്നാന്നോ ആ രായ്ചേട്ടന്റെ ഒക്കെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കാർന്നോറുടെ ഒക്കെ വേഷം കണ്ടിട്ട് എത്ര നാളായെന്ന്. മറ്റേ നമ്മുടെ 90s ആണെങ്കിൽ ഒന്നെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇല്ലേ, അല്ലെങ്കിൽ ശങ്കരാടി ചേട്ടനൊക്കെ, ഇവരൊക്കെ ആ കാർന്നോരായിട്ടൊന്ന് നടക്കുന്ന കാണാൻ തന്നെ എന്താ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും കാലത്തിന് ശേഷം സിനിമയില് ഈ ഒരു ചേഞ്ച് വരുക, ഇതിനു വേണ്ടി ചിന്തിച്ചത് കുറെ നാളായിട്ട് മനസ്സിലുള്ളതാണോ? അല്ല, അത് ആക്ച്വലി രഞ്ജിത്തേട്ടനാണ് ഈ പ്രോജക്റ്റ്. ഓൾറെഡി ഞാൻ വരുന്നതിന് മുന്നേ ഇവർക്കൊരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ചെയ്താലോ. അപ്പം അങ്ങനെ പിന്നീട് ഞാൻ വന്നപ്പോൾ എൻ്റെതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് വെച്ചു. പിന്നെ സുനിൽ കെ ആർ എന്നുള്ള റൈറ്ററുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനെ വലുതാക്കി. അപ്പം ഞങ്ങൾ അന്നും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞതായിരുന്നു, നമുക്ക് കേരളത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ എല്ലാ കുടുംബത്തിനെയും തിയേറ്ററിൽ കൊണ്ടുവരണം, അവരെ രസിപ്പിക്കണം, അവരെ കണക്ട് ചെയ്യിക്കണം, ഇമോഷണൽ ആക്കണം, അങ്ങനെ ഇമോഷൻ. സത്യം പറഞ്ഞാൽ ഈ കണക്ട് ചെയ്യുമ്പോഴാ ഏറ്റവും കൂടുതൽ അല്ലേ, ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സെയിം സാധനമല്ലേ എന്ന് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അത് റിയാക്ഷൻ, അപ്പൊ അതെന്നതോ ഉണ്ടെന്നുള്ളത് മനസ്സിലായേ. ഞാൻ ഇച്ചിരി അങ്ങനെ ഇട്ട് ചോദിച്ചാൽ കഥ പറയുവേല. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ചേച്ചി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ചേട്ടൻ ചേച്ചി, നമ്മുടെ അച്ഛൻ അമ്മ വലിച്ചെന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ. അതാ വേണ്ടി കേട്ടോ.